തമിഴ്നാട്ടിലെ വളരെ പവർഫുള്ളായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. സാറാ നവറൂജി എന്നാണ് അവരുടെ പേര്. സാറാ നവറൂജി. There is a sister by the name, servant of God just said, in Tamil Nadu who did a great ministry there. ഞാൻ 1978 വിശ്വാസത്തിലായി ഒരു ക്യാമ്പസ് ഹുസൈൻ്റെ മ്യൂസിക് ടീമിൽ തിരുനെൽവേലിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ മഹദിയുടെ വലിയൊരു ക്രൂസൈഡ് കേൾക്കുവാനിടയായി. Once while I was traveling through Tirunelveli, I happened to listen to one of the great conventions by the said sister. ഞാനൊരു പാട്ട് പാടുന്നത് കേട്ടാണ് അവിടെ ഇറങ്ങി നിന്നത് വണ്ടിയിൽ നിന്ന്. I stepped out of the vehicle just by listening to that song. എന്നിലടങ്കാതെ സ്തോത്രം സ്വാമി എണ്ടെന്നും ഞാൻ പാടുവേ. അന്ന് അത് പാടുന്ന സമയത്ത് സാറാ നവറൂജിക്ക് എനിക്ക് തോന്നുന്ന ഒരു 60s 60കളിലാണ് ജീവിക്കുന്നത്. She was kind of 60 plus at that time when she was singing that song. സ്ത്രീകളെ ദൈവം ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ആ സഹോദരി. That is a great evidence that God will use sisters for His ministry. നമ്മളിപ്പോൾ പാസ്റ്റർ മനു സംസാരിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ അദ്ദേഹം പറയുണ്ടായല്ലോ. When Pastor Manu was speaking from the word, he said some things that happened in the Garden of Eden. വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരും, മനുഷ്യനോടും സ്ത്രീയോടും കൂടെ അവരോട് സംസാരിക്കുകയും അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ ദൈവം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. When in the evening God used to come down and walk with the man and his wife. സാത്താൻ വാസ്തവത്തിൽ ചതിച്ച് മനുഷ്യനെ ഇല്ലാതെ ചെയ്യുകയായിരുന്നു. Satan cheated humankind. ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. God very well knew that. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കി വിടുമ്പോൾ നമ്മൾ വായിക്കുന്നത് പുരുഷനോട് പല കാര്യങ്ങൾ പറഞ്ഞു, ശ്രേഷ്ഠമായ കുറേ കാര്യങ്ങളെല്ലാം പുരുഷനെ സ്ത്രീകൾക്ക് എന്നാൽ വളരെ വിഷമമുള്ള കാര്യങ്ങളെല്ലാം നൽകിയാണ് അവരെ ഇറക്കി വിടുന്നത് നമ്മൾ വായിക്കുമ്പോൾ തോന്നും. When we read that portion, we might feel like man was commended and lady was kind of insulted. പുരുഷനെ സ്ത്രീയുടെ തലയാക്കി വെച്ച് അവളെ എന്നും ഭരിക്കുമെന്ന് പറയുകയും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സ്ത്രീക്ക് നൽകിക്കൊണ്ടാണ് അവിടെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾക്ക് തോന്നും. It is written that man was made the head of woman when we read that portions. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും, you will bear children with pain, നിന്നെ ഈ പുരുഷൻ ഭരിക്കും, or he will rule you. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്ത്രീയെ വളരെ വിഷമിപ്പിച്ച് ഇറക്കി വിടുന്നത് നമുക്കൊരു തോന്നലുണ്ട്. We might feel that God was condemning woman more. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. But the truth is that it is not true. സ്ത്രീയോട് പറഞ്ഞു, സാത്താന്റെ തല തകർക്കുന്നത് നിന്നിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് വേണം എന്ന്. God told woman, if your child, your offspring will crush the head of Satan. ഒരു ദൈവദാസൻ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, പുരുഷന്റെ അസാന്നിധ്യത്തിൽ സ്ത്രീയെ വഞ്ചിച്ച സാത്താനെ പുരുഷന്റെ അസാന്നിധ്യത്തിൽ ഉണ്ടാകുന്നവനെ കൊണ്ടുവേണം അവന്റെ തല തകർക്കാനെന്ന്. Once I read somewhere when Satan cheated a woman when her husband was not there, the same Satan was crushed by a man born from a woman without a man. ദൈവം വലിയവനാണ്. Our God is great. സാത്താൻ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. Satan is nothing before our God. ദൈവം ഇറങ്ങി വന്ന് സ്ത്രീയിൽ പ്രജയെ ഉണ്ടാക്കി അവനെ കൊണ്ട് സാത്താന്റെ തല തകർക്കുകയായിരുന്നു. God came down on a woman, in a woman, and from that offspring God crushed the head of Satan. നിങ്ങൾക്ക് ആ പ്രോമിസ് ഉള്ളത് കൊണ്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രജയെ നിങ്ങൾ നന്നായി വളർത്തിയാൽ ഈ ലോകം നന്നാകും. Because you have the promise, sisters, if you bring up your offsprings in that manner, they will crush the head of Satan. ഈ ലോകം നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. Only you can build this earth. നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രജയെ
നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ വളർത്തിയാൽ ഈ ലോകം നന്നാകും. If you bring up your kids, your children in the presence of God, you will change the face of this earth. നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കും. You can do great things on this earth. നമുക്ക് സഹനവൃതിയുടെ മനോഹരമായ ദൈവത്തെ സ്തുതിക്കുന്ന ഈ സർവ്വചരാചരങ്ങളും ദൈവമേ നിന്നെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ ഞാൻ മൗനമായിരിക്കുകയില്ല, നിന്നെ ഞാൻ വളരെ ഉച്ചത്തിൽ ഘോഷിക്കും എന്നുള്ള മനോഹരമായ ചിന്ത ഉൾക്കൊള്ളുന്ന തമിഴ് ഗാനം. We will sing that song where Sarana Huji sang, when all creations praise you, I will praise you more than that. ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன். என்னில் அடங்காத ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன். இந்நாள் வரை என் வாழ்விலே, இந்நாள் வரை என் வாழ்விலே நீ செய்த நன்மைக்கு என்னில் அடங்காத ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன். அதின் மீதுள்ள ஆகாயமும் பூமியில் வாழ்கின்ற யாவும் கர்த்தாவுனை போற்றுமே. வானாதி வானங்கள் யாவும் அதின் மீதுள்ள ஆகாயமும் பூமியில் வாழ்கின்ற யாவும் கர்த்தாவுனை போற்றுமே. என்னில் அடங்காத ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன். கடும் காற்றும் பனிதூரலும் நாட்டினில் வாழ்கின்ற யாவும் நாதாவுமை போற்றுமே. காற்றினில் வாழ்கின்ற யாவும் கடும் காற்றும் பனிதூரலும் நாட்டினில் வாழ்கின்ற யாவும் நாதாவுமை போற்றுமே. என்னில் அடங்காத ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன்.
என்னில் அடங்காது ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன். இந்நாள் வரை என் வாழ்விலே, இந்நாள் வரை என் வாழ்விலே நீ செய்த நன்மைக்கே நீலடங்காது ஸ்தோத்திரம் சுவாமி என்றென்றும் நான் பாடுவேன்.